സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേടാ, കുറെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എടുത്ത് ചെയ്തോളൂ. ഒന്നാമത് ക്വസ്റ്റ്യൻ ചെയ്തേ. പ്രസ്താവന പരിശോധിക്കുക. വടക്കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് തുലാവർഷമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് കാലവർഷമാണ്. ഓക്കെ, രണ്ട് പ്രസ്താവനകൾ വെച്ച് ചെയ്തേ. വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് തുലാവർഷമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് കാലവർഷമാണ്. ഓക്കെ, രണ്ടും ശരിയാണോ? രണ്ടും ശരിയാണ്. ഒന്നും രണ്ടും ശരിയാണ്. ഒന്നും രണ്ടും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നമുക്ക് വേറെ ഒന്ന് രണ്ട് വിശേഷണങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഇതിൽ ഒരു മൺസൂണിന്റെ ആഗമനം എന്നറിയപ്പെടുന്നുണ്ട്. മൺസൂണിന്റെ ആഗമനം ഏതാണ്? മൺസൂണിന്റെ ആഗമനം ഏതാണ്? ആഗമനം, അറൈവൽ. മൺസൂണിന്റെ ആഗമനം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് അല്ലേ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് മൺസൂണിന്റെ ആഗമനം. ഓക്കെ, ഇനി ഹിപ്പാലസ് കാറ്റ് ഏതാണ്? ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് നാവികനായിട്ടുള്ള ഹിപ്പാലസിന്റെ പേരിൽ അറിയപ്പെടുന്ന ഹിപ്പാലസ് കാറ്റ് ഏതാണ്? അതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഹിപ്പാലസ് കാറ്റ് കേട്ടോ. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഈ ഹിപ്പാലസ് ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? ആർക്ക് പറയാം? ഗ്രീക്ക് നാവികനായിട്ടുള്ള ഹിപ്പാലസ് ഇന്ത്യയിലെത്തിയ വർഷം AD 45 ആണ് കേട്ടോ. AD 45 ഗ്രീക്ക് നാവികനായിട്ടുള്ള ഹിപ്പാലസ് ഇന്ത്യയിലെത്തിയത്. AD 45 ആണ്. ഓക്കെ, മൺസൂണിന്റെ ആഗമനം അല്ലെങ്കിൽ അറൈവൽ ഓഫ് മൺസൂൺ എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അതുപോലെ തന്നെ ഹിപ്പാലസ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയ വർഷം AD 45 ആണ് കേട്ടോ. AD 45 ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് മൺസൂണിന്റെ പിൻവാങ്ങൽ അല്ലെങ്കിൽ മടങ്ങിപ്പോക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? മൺസൂണിന്റെ പിൻവാങ്ങൽ അല്ലെങ്കിൽ മടങ്ങിപ്പോക്ക് എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. പിൻവാങ്ങൽ അല്ലെങ്കിൽ മടങ്ങിപ്പോക്ക് എന്നറിയപ്പെടുന്ന ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് പിൻവാങ്ങൽ അല്ലെങ്കിൽ മടങ്ങിപ്പോക്ക് എന്നറിയപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന നമുക്കറിയാം എന്താണ്ടാ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അല്ലെ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യം മൺസൂൺ അനുഭവപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യം മൺസൂൺ അനുഭവപ്പെടുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ മൺസൂണിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? മൺസൂണിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളമാണ് അല്ലെ? മൺസൂണിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഓക്കെ, ഇനി പിൻവാങ്ങൽ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മടങ്ങിപ്പോക്ക് എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഓക്കെ, ഇത് അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നമ്മളിപ്പം ഏതൊക്കെ വിശേഷണങ്ങൾ പറഞ്ഞു? തുലാവർഷം പറഞ്ഞു, കാലവർഷം പറഞ്ഞു. ഇതിൽ ഇടവപ്പാതി ഏതാണ്? ഇടവപ്പാതി എന്നറിയപ്പെടുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേട്ടോ. ഇടവപ്പാതി എന്നറിയപ്പെടുന്നതും തെക്ക് പടിഞ്ഞാറൻ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ലഭിക്കുന്നത് ഏത് തീരത്താണ്? പശ്ചിമ തീരത്താണോ പൂർവ്വ തീരത്താണോ? അതിൽ പേര് തന്നെ ഉണ്ടല്ലോ, തെക്ക് പടിഞ്ഞാറാകുമ്പോൾ പടിഞ്ഞാറൻ തീരം അല്ലെ? തെക്ക് പടിഞ്ഞാറാകുമ്പോൾ പടിഞ്ഞാറൻ തീരത്താണ് കൂടുതൽ ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, മറ്റേതാകുമ്പോൾ ഏത് തീരത്താണ്? പൂർവ്വതീരം അല്ലെങ്കിൽ കിഴക്കൻ തീരം കേട്ടോ. കിഴക്കൻ തീരത്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കൂടുതൽ ലഭിക്കുന്നത് കേട്ടോ, കിഴക്കൻ തീരത്തില്. ഓക്കെ,
ഓക്കെ, അപ്പൊ അത്രയും ഒന്ന് ഓർത്തിരിക്കുക. കുറച്ച് ബേസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. കേരളത്തിലെ നദികളെ നീളം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്തുക. ഇതൊന്ന് ക്രമപ്പെടുത്തിയടാ. കേരളത്തിലെ നദികളെ നീളം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്തുക എന്നതാണ് ചോദ്യം. കേരളത്തിലെ നദികളെ നീളം കുറഞ്ഞ, ഇത് ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കറിയാം കേരളത്തിലെ നീളം കൂടിയ ആദ്യ 4 നദികളിൽ ഒരെണ്ണമാണ് ചാലിയാർ അല്ലേ. ചാലിയാർ ആദ്യത്തെ 4 നദികളിൽ ഒരെണ്ണമാണ്. നിങ്ങൾ ബാക്കിയുള്ള ഇപ്പൊ ചാലക്കുടി പുഴയുടെയും കല്ലടയാറിന്റെയും കടലുണ്ടി പുഴയുടെയും നീളം നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ ഒരു പോയിന്റ് നോക്കിയാൽ ചാലിയാർ ആദ്യത്തെ 4 നദികളിൽ ഒന്നാണ് ചാലിയാർ അല്ലേ. അപ്പൊ 2 ആദ്യം വരുന്ന ഓപ്ഷൻ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ആദ്യം വേണ്ട 2 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? 2 ബിയും ഡിയും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വരുന്നത് ഏതാണ് പിള്ളേരെ? 2, 1, 4, 3 ആണ്. നമുക്കറിയാം ചാലിയാർ കഴിഞ്ഞിട്ടാണ് ചാലക്കുടി പുഴ വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ചാലിയാർ, അതുപോലെ ചാലക്കുടി പുഴ, അതുപോലെ തന്നെ കടലുണ്ടി പുഴ, കല്ലടയാറ്. ഓക്കെ, ഇതാണ് ഈ കൊടുത്തിരിക്കുന്നതിൽ നീളത്തിന്റെ അടിസ്ഥാനത്തില് ചെറുത് നിന്ന് വലുത്. ഓക്കെ, കേരളത്തിലെ നദികള് പിള്ളേരെ, കേരളത്തിലെ നദികളില് ഞാൻ 1-2 കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഈ മീഡിയം നദികളും മൈനർ നദികളും ഉണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ മീഡിയം നദികളും മൈനർ നദികളും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നീളത്തിന്റെ അടിസ്ഥാനത്തിൽ. അതായത് എത്ര കിലോമീറ്റർ കൂടുതൽ നീളമുള്ളതാണ് മീഡിയം നദികൾ? 150, അങ്ങനെയല്ല, 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ളവയെ നദി എന്ന് പറയും. 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ളവയെ നദി എന്ന് പറയും. ഞാൻ ചോദിച്ചത് മീഡിയം നദി, മൈനർ നദി, അങ്ങനെ കേരളത്തിലെ 44 നദികളെ മീഡിയം നദി, മൈനർ നദി അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, 44 നദികളെ. അതിൽ എത്ര കിലോമീറ്റർ കൂടുതൽ നീളമുള്ളതിനെയാണ് മീഡിയം നദി എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാമോ? 150 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ളതാണ്. 150 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 150 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള 4 നദികൾ. അതായത് കേരളത്തിലെ നദികളിൽ 4 എണ്ണം മീഡിയവും ബാക്കി 40 എണ്ണം മൈനറുമാണ് കേട്ടോ. 4 എണ്ണം മീഡിയവും ബാക്കി 40 എണ്ണം എന്താണ്? മൈനർ നദികളുമാണ് കേട്ടോ. മൈനർ നദികളുമാണ്. ഓക്കെ, അപ്പൊ മീഡിയം നദികൾ എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളെയാണ് നമ്മൾ മീഡിയം നദികൾ എന്ന് പറയുന്നത്. കേരളത്തിൽ 4 മീഡിയം നദികളും 40 മൈനർ നദികളുമാണ് ഉള്ളത്. 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളെയാണ് നമ്മൾ നദികൾ എന്ന് പറയുന്നത്. 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളെയാണ് നമ്മൾ നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറൊരു ചോദ്യം തരികയാണ്. കേരളത്തിൽ എത്ര നദികൾക്കാണ് 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ളത്? 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ എത്ര എണ്ണമാണ്? അത് 11 ആണ് കേട്ടോ. അത് 11 ആണ്. ഓക്കെ, ആ 11 നദികൾ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തത് ഏതാണ്? 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളിൽ ഒന്നാമത്തത് വളരെ ഒന്നാമത്തത് പെരിയാറാണ് കേട്ടോ. പെരിയാറാണ് ഒന്നാമത്തത്. പെരിയാറിന്റെ നീളം എത്രയാണ്? പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ. ഇത് നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏതോ ഒരു പരീക്ഷയ്ക്ക് അത് പക്ഷെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. 244 ഓപ്ഷൻ ഇല്ലാതെ 225, 235 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇട്ട് പരീക്ഷ കണ്ടായിരുന്നോ? പക്ഷെ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു, ഡിലീറ്റ് ചെയ്തു കേട്ടോ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ പറഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ഡിഗ്രി ഫിലിംസിന്റെ 3rd സ്റ്റേജ് കേട്ടോ. അതില് ആ പരീക്ഷയില് 14 ക്വസ്റ്റ്യൻ, 16 ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഹിസ്റ്ററിയിലെ 9 ചോദ്യം, 10 ചോദ്യം ഉള്ളതിൽ 9 ചോദ്യവും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 10 ചോദ്യത്തിൽ 9 എണ്ണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞില്ല, ഞാൻ ഡിഗ്രി ബാച്ചുകാർക്ക് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ടിന് വേണ്ടിയിട്ട് അത് എടുത്തപ്പോഴും നോക്കിയപ്പോ ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ എക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കണം. എന്തൊരു പരീക്ഷ നടത്തണത്. ഓക്കെ, കോൾ അടിച്ചല്ലോ. അത് നോർമലൈസേഷനെ ബാധിക്കും ഡിലീഷൻ വരുമ്പോഴ്. മനസ്സിലായില്ലേ? നമ്മളിപ്പം ഈ 16 ക്വസ്റ്റ്യനൊക്കെ ഡിലീഷൻ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഉത്തരം എഴുതിയിട്ട് ഉത്തരം മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരുതി വെച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ഡിലീറ്റ് ആയി പോകുന്നത്.
ചിലപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചിലപ്പം ഇത്തിരി ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എഴുതാതെ വരും. നമ്മൾ നോക്കുമ്പോൾ ഇത്ര ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തു, ഇത്ര ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തത് കൊണ്ട് ഇത്രയും മതിയാവും എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എഴുതാതെ വിടും. അപ്പോഴായിരിക്കും അത് ഡിലീറ്റ് ചെയ്ത് PSC എടുത്ത് കൈ തരുന്നത്. ഓക്കെ. അപ്പൊ പെരിയാറിന്റെ 244 കിലോമീറ്റർ സർക്കാർ രേഖകളിൽ പോലും ഇപ്പോഴും 244 കിലോമീറ്റർ തന്നെയാണ് കിടക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെന്റ് രേഖകളിൽ 225 പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 244 തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ. അടുത്ത് രണ്ടാമത് വരുന്നത് ഏതാണ് പിള്ളേരെ? രണ്ടാമത് വരുന്നത് ഭാരതപ്പുഴയാണ് കേട്ടോ. ഭാരതപ്പുഴയാണ് രണ്ടാമത് വരുന്നത്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. 209 കിലോമീറ്റർ അല്ലെ? ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. ഓക്കെ. ഈ ഭാരതപ്പുഴ ഒന്നാമത് വരുന്നൊരു ചോദ്യമുണ്ട്. ഭാരതപ്പുഴ ഒന്നാമത് വരുന്ന ചോദ്യമുണ്ട്. അറിയോ ആർക്കെങ്കിലും? ഭാരതപ്പുഴ ഒന്നാമത് വരുന്ന ചോദ്യമുണ്ട്. അതായത് നമ്മുടെ അതായത് ജലം കൂടുതൽ പെരിയാറ് തന്നെ. ഈ അറബിക്കടലിൽ പതിക്കുന്ന നദികളില് ഏറ്റവും നീളം കൂടുതലുള്ളത് ഭാരതപ്പുഴയ്ക്കാണ് കേട്ടോ. നമുക്കറിയാം അറബിക്കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും നീളം കൂടുതൽ, അല്ലെങ്കിൽ കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഭാരതപ്പുഴയാണ് കേട്ടോ. ഭാരതപ്പുഴ. ഓക്കെ. അടുത്ത മൂന്നാമത് ആരാണ്? മൂന്നാമത് പമ്പയുടെ നീളം എത്രയാണ്? പമ്പയുടെ നീളം 176 കിലോമീറ്റർ. പമ്പയുടെ നീളം 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം. ഓക്കെ. നാലാമത്തെ ഏതാണ്? നാലാമത്തത് ചാലിയാറാണ് കേട്ടോ. ചാലിയാറാണ് നാലാമത്തത്. ചാലിയാറിന്റെ നീളം എത്രയാണോ? ചാലിയാറിന്റെ നീളം 169 കിലോമീറ്റർ ആണ്. 169 കിലോമീറ്റർ ആണ് ചാലിയാറിന്റെ നീളം. 169 കേട്ടോ. 169 കിലോമീറ്റർ ആണ്. ഓക്കെ. അടുത്ത് അഞ്ചാമത്തത് ഏതാണ്? അഞ്ചാമത്തത് ചാലക്കുടി പുഴയാണ് അഞ്ചാമത്തത്. ചാലക്കുടിയുടെ നീളം എത്രയാണ്? 145.5 കിലോമീറ്റർ. 145.5 കിലോമീറ്റർ. ഓക്കെ. അപ്പൊ ഈ ആദ്യത്തെ അഞ്ചെണ്ണം ഒന്ന് പഠിച്ചിരിക്കുക. ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാല്, ഒന്ന് പെരിയാറ് 244 കിലോമീറ്റർ, 2 ഭാരതപ്പുഴ 209 കിലോമീറ്റർ, 3 പമ്പ 176 കിലോമീറ്റർ, 4 ചാലിയാർ 169 കിലോമീറ്റർ, 5 ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ. ഓക്കെ. അടുത്ത ആറാമത്തത് ഏതാ? നീളത്തിൽ ആറാമത്തത് ഏതാ? ആറാമത്തത് കടലുണ്ടിയാണ്. കടലുണ്ടി പുഴയാണ്. ഓക്കെ. കടലുണ്ടിപ്പുഴയുടെ നീളം എത്രയാണ്? കടലുണ്ടിപ്പുഴയുടെ നീളം കടലുണ്ടി പുഴയുടെ നീളം 130 കിലോമീറ്റർ ആണ് കേട്ടോ. 130 കിലോമീറ്റർ ആണ് കടലുണ്ടി പുഴയുടെ നീളം. 130 കിലോമീറ്റർ ആണ്. ഓക്കെ. അടുത്ത ഏഴാമത്തത് നദി ഏതാണ്? ഏഴാമത്തത് അച്ചൻകോവിലാറാണ് കേട്ടോ. അച്ചൻകോവിലാറാണ് ഏഴാമത്തത്. അച്ചൻകോവിലാറിന്റെ നീളം എത്രയാണ്? അച്ചൻകോവിലാറ് 128 കിലോമീറ്റർ. 128 കിലോമീറ്റർ ആണ്. ഓക്കെ. അടുത്ത എട്ടാമത്തത് കല്ലട നദിയാണ് കേട്ടോ. കല്ലട നദിയാണ് അല്ലെങ്കിൽ കല്ലടയാറാണ് എട്ടാമത്തത്. കല്ലടയാറിന്റെ നീളം എത്രയാണ്? കല്ലട 121 കിലോമീറ്റർ ആണ്. 121 കിലോമീറ്റർ ആണ് കല്ലട. 121 കിലോമീറ്റർ ആണ്. അടുത്ത ഒൻപതാമത്തത് ഏതാ? ഒൻപതാമത്തത് കല്ലട കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴ നദിക്ക് എത്രയാ? മൂവാറ്റുപുഴയാറിന് 121 തന്നെയാണ്. 121 കിലോമീറ്റർ നീളം മൂവാറ്റുപുഴയാറിനുണ്ട്. 121 കിലോമീറ്റർ നീളം മൂവാറ്റുപുഴയാറിനുണ്ട്. പത്താമത്തത് ഏതാ? പത്താമത്തത് വളപട്ടണം നദിയാണ് കേട്ടോ. വളപട്ടണം നദിക്ക് കിലോമീറ്റർ എത്ര കിലോമീറ്ററാ? 110 കിലോമീറ്റർ. 110 കിലോമീറ്റർ ആണ് വളപട്ടണം നദിയുടെ നീളം എന്ന് പറയുന്നത്. 11ാമത്തെ ഏതാണ്? 11ാമത്തത്
ചന്ദ്രഗിരി പുഴയാണ് കേട്ടോ. ചന്ദ്രഗിരി പുഴയാണ്. ചന്ദ്രഗിരി പുഴ നീളം എത്രയാണ്ട? 105 കേട്ടോ. 105. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ 11 നദികളാണ് കേരളത്തില് 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികള്. അതിൽ ആദ്യത്തെ 5 വലിയ പാടില്ലാതെ പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട്. പെരിയാർ 244, ഭാരതപ്പുഴ 209, പമ്പ 176, ചാലിയാർ 169, ചാലക്കുടി 145.5. ഇനി ഇത് ഒന്ന് നോക്കി വെച്ചോണം. നിങ്ങൾക്ക് ഈ കിടക്കുന്ന ചോദ്യം പല രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഈ പറയുന്ന 6 മുതൽ 11 വരെയുള്ള ഭാഗം ഇട്ടുകൊണ്ട്. അതിൽ ആദ്യം വരുന്നത് കടലുണ്ടിയാണ്. കടലുണ്ടി പുഴയ്ക്ക് 130 കിലോമീറ്റർ നീളം. അച്ചൻകോവിലാറിന് 128. കടലുണ്ടി കഴിഞ്ഞ അച്ചൻകോവിലാറാണ്. പിന്നെ കല്ലട നദി 121. പിന്നെ മൂവാറ്റുപുഴ 121. വളപട്ടണം 110, ചന്ദ്രഗിരി 105. ഇത്രയും നദികൾ, 11 നദികൾക്കാണ് കേരളത്തില് 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ളത്. മനസ്സിലായോ? കോഡുണ്ട്, ഞാൻ അത് കോഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, വൈകുന്നേരം ക്ലാസ്സിലൊക്കെ പറഞ്ഞുതരാം. അടുത്ത്, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ്? ഇത് നമുക്ക് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന അണക്കെട്ട് ശിരുവാണി അണക്കെട്ടാണ്. ശിരുവാണി അണക്കെട്ട്. ഈ ശിരുവാണി നദി, കോയമ്പത്തൂരെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ശിരുവാണി നദി മൈനർ നദി എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്ററിൽ താഴെയുള്ളത് കേട്ടോ. 150 മുകളിലോട്ടുള്ളത് മീഡിയവും 150 താഴോട്ടുള്ളത് മൈനറുമാണ്. ഓക്കെ, ഈ ശിരുവാണി നദിക്ക് ഒരു പ്രത്യേകത. ശിരുവാണി നദി ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് കേരളത്തിൽ, അട്ടപ്പാടി അല്ലേ. അട്ടപ്പാടി എന്ന സ്ഥലം നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ 2 നദികൾ പഠിക്കുന്നുണ്ട്. അട്ടപ്പാടി, ഒന്ന് ശിരുവാണി. ശിരുവാണി പഠിക്കുന്നുണ്ട്. പിന്നെ ഈ അട്ടപ്പാടിയിൽ പുനർജനിച്ചൊരു നദിയുണ്ട്. അട്ടപ്പാടിയിലെ പുനർജനിച്ച നദിയാണ് കൊടങ്ങരപ്പള്ളം പുഴ. കൊടങ്ങരപ്പള്ളം പുഴയാണ് അട്ടപ്പാടിയിൽ പുനർജനിച്ചൊരു നദി കേട്ടോ. അതായത് മനുഷ്യ പ്രവൃത്തിയാൽ പുനർജനിച്ചൊരു നദിയാണ് കൊടങ്ങരപ്പള്ളം പുഴ. അട്ടപ്പാടിയിൽ ഒഴുകുന്ന നദി എന്നിട്ട് കഴിഞ്ഞാൽ അത് ശിരുവാണിയാണ് കേട്ടോ. അട്ടപ്പാടിയിൽ ഒഴുകുന്ന നദി ഏതാണ്? അത് ശിരുവാണിയാണ്. ഓക്കെ, ശരി. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? പാലക്കാട് ചുരം ഭാരതപ്പുഴയാണ് കേട്ടോ. ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്നത്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാ? ഭാരതപ്പുഴയാണ്. നിലമ്പൂരിലൂടെ ഒഴുകുന്നത് ചാലിയാറാണ് കേട്ടോ. നിലമ്പൂരിലൂടെ ഒഴുകുന്നത് ചാലിയാർ. ഓക്കെ, ശരി, അതൊക്കെ ഓർത്തിരിക്കുക. അടുത്ത, ഇവയിൽ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ്? പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട്? പെരുന്തേനരുവി വെള്ളച്ചാട്ടമാണ് അല്ലേ. പെരുന്തേനരുവി വെള്ളച്ചാട്ടമാണ്. ഓക്കെ, തുഷാരഗിരി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട്. തുഷാരഗിരി കോഴിക്കോടാണ് കേട്ടോ. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടമോ? തൊമ്മൻകുത്ത് ഇടുക്കിയിലാണ് കേട്ടോ. ഇടുക്കിയിലാണ്. അരുവിക്കുഴി വെള്ളച്ചാട്ടമോ? അരുവിക്കുഴി വെള്ളച്ചാട്ടം എവിടെയാണ്? അരുവിക്കുഴി ആർക്കും അറിയത്തില്ല. അരുവിക്കുഴി അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ഏത്? അരുവിക്കുഴി വെള്ളച്ചാട്ടം കേട്ടോ. ഓക്കെ, അപ്പൊ പിള്ളേരെ തുഷാരഗിരി കോഴിക്കോട്, പെരുന്തേനരുവി പത്തനംതിട്ട, അതുപോലെ തൊമ്മൻകുത്ത് ഇടുക്കി, അരുവിക്കുഴി കോട്ടയം. ഓക്കെ, അറിയാത്ത പോയിന്റ് എഴുതി പഠിക്കണേ. സൂചനകളിൽ നിന്ന് വന്യജീവി സങ്കേതം തിരിച്ചറിഞ്ഞേ. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏത് പിള്ളേരെ? പറമ്പിക്കുളമാണ് അല്ലെ. പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. ആസ്ഥാനം തൂണക്കടവ്. ഓക്കെ, കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം രൂപം കൊണ്ട വർഷം ഏതാ? പറമ്പിക്കുളം 1973. സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഏത് ജില്ലയിലാ?
സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ എത്രാമത്തെ കടുവാ സങ്കേതം? കേരളത്തിൽ എത്രാമത്തെ കടുവാ സങ്കേതം? കേരളത്തിലെ 2ാമത്തെ കടുവാ സങ്കേതം. ഇന്ത്യയിൽ എത്രാമത്തെ കടുവാ സങ്കേതം? ഇന്ത്യയിൽ 38ാമത്തെയാണ്. ഇന്ത്യയിൽ 38ാമത്തെ. ഇന്ത്യയിൽ 10ാമത്തത് പെരിയാർ. ഇന്ത്യയിൽ 10ാമത്തത് പെരിയാറാണ്. ഇന്ത്യയിൽ 38ാമത്തെ കടുവാ സങ്കേതമാണ് കേട്ടോ. ഇന്ത്യയിൽ 10ാമത്തത് പെരിയാറും ഇന്ത്യയിൽ 38ാമത്തെ കടുവാ സങ്കേതമാണ്. ഇന്ത്യയിൽ 38ാമത്തെ കടുവാ സങ്കേതമാണ് ഏത്? ഈ പറയുന്ന പറമ്പിക്കുളം. ഓക്കെ, 38ാമത്. 10ാമത്തത് പെരിയാർ. ഇന്ത്യയിൽ 10ാമത്തെ എന്നിട്ട് പെരിയാർ, 38ാമത്തതാണ് പറമ്പിക്കുളം. ഓക്കെ, അടുത്ത് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയതാര്? കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് MD വാസുദേവൻ നായരാണ്. അല്ലെ, MD വാസുദേവൻ നായരാണ് കേരളത്തിലെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത്. MD വാസുദേവൻ നായരൊക്കെ പഠിച്ചോണം കേട്ടോ, കണ്ടവേസില്. കാരണം ചോദ്യം വരും. അദ്ദേഹത്തിന്റെ മരണം ഇപ്പം റീസെന്റ് ആയിട്ട് നടന്നതിന് ശേഷം പരീക്ഷകളൊന്നും വന്നിട്ടില്ല കേട്ടാ. പരീക്ഷകൾ ഇപ്പൊ വരുമ്പോ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. ഈ മരണപ്പെട്ട തീയതി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം, പഠിക്കാതെ. ശരി, ജാനകിക്കാട് ഇക്കോ ടൂറിസം സെന്റർ ഏത് ജില്ലയിലാണ്? ജാനകിക്കാട് ഇക്കോ ടൂറിസം സെന്റർ ഏത് ജില്ലയിലാണ്? ജാനകിക്കാട് എവിടെയാ? ജാനകിക്കാട് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് ജാനകിക്കാട് ഇക്കോ ടൂറിസം സെന്റർ. കോഴിക്കോടാണ്. ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. കോഴിക്കോടാണ്. ശരി, അടുത്ത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഇതും പ്രീവിയസ് ആണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം വയനാടാണ് കേട്ടോ. വയനാടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം. അത് വയനാടാണ്. ഓപ്ഷൻ ഡി. ഓക്കെ, നെഹ്റു ട്രോഫി വള്ളങ്ങൾ കിടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? നെഹ്റു ട്രോഫി നമുക്ക് പുന്നമടക്കായലാണ്. പിള്ളേരെ, ഈ പുന്നമടക്കായലും വേമ്പനാട് കായലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും ഒന്നാണ്. രണ്ടും ഒന്നാണ്. അതായത് ഈ വേമ്പനാട് കായൽ നമുക്കറിയാം. വേമ്പനാട് കായല് ഏതൊക്കെ ജില്ലകളിലൂടെയാ ഒഴുകുന്നേ? അല്ല, ഏതൊക്കെ ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായല്? വേമ്പനാട് കായൽ ഏതൊക്കെ ജില്ലകളിലാ? വേമ്പനാട് കായല് എറണാകുളം, കോട്ടയം, അതുപോലെ തന്നെ ആലപ്പുഴ. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഈ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈ എറണാകുളത്ത് അറിയപ്പെടുന്നത് കൊച്ചി കായൽ എന്നാണ് കേട്ടോ. കൊച്ചി കായൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആലപ്പുഴ, കുട്ടനാട് ഭാഗങ്ങളിൽ ഇത് അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ. ആലപ്പുഴ, കുട്ടനാട് ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് എന്ത് പിള്ളേരെ? പുന്നമടക്കായൽ. അതായത് ഈ പുന്നമടക്കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേമ്പനാട് കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഒരേ ജലാശയം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കറക്റ്റ് ആ സ്ഥലത്ത് വെച്ചിട്ട്, അതായത് നെഹ്റു ട്രോഫി നടക്കുന്ന ആ ഒരു സ്ഥലത്ത് അറിയപ്പെടുന്ന പുന്നമടക്കായൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൻസർ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. നിങ്ങൾ ഇനിയിപ്പം ആവേശം കയറിയിട്ട് വേമ്പനാട് കായൽ എന്ന് എഴുതി വെക്കണ്ട കേട്ടാ. പുന്നമടക്കായലാണ്. പക്ഷെ ഇതൊക്കെ വേണമെങ്കിൽ അതിലൊക്കെ ചലഞ്ച് ചെയ്തൊക്കെ എന്ത് ചെയ്യും, ഡിലീറ്റ് ആയി കളയും. അങ്ങനെയുള്ള കുഴപ്പമുള്ള ക്വസ്റ്റ്യൻ ആണിത്. മനസ്സിലായോ? ഓക്കെ, ഇനി കേരളത്തിൽ എത്ര ഇതുണ്ട്, കായലുകളുണ്ട്? 34 കായലുകളാണ് കേരളത്തിലുള്ളത്. ഓക്കെ, എത്ര ഉൾനാടൻ ജലാശയങ്ങളുണ്ട്? 7 ഉൾനാടൻ ജലാശയങ്ങള്. ബാക്കി 27 എണ്ണം എന്താണ്? ബാക്കി 27 എണ്ണം കടലുമായി ചേർന്ന് കിടക്കുന്നതാണ്. 7 എണ്ണം ശുദ്ധജല തടാകങ്ങളും ബാക്കി 27 എണ്ണം കടലുമായി ചേർന്ന് കിടക്കുന്നതാണ് കേട്ടോ. കടലുമായി ചേർന്ന് കിടക്കുന്ന കായലുകളാണ് കേട്ടോ 27 എണ്ണം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ കായലുകളിലേക്കുള്ള പ്രവേശന കവാടം, ഗേറ്റ്വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? കേരളത്തിലെ, അത് അഷ്ടമുടിയാണ്. നമുക്ക് ചോദിച്ചതാണ് റീസെന്റ് ആയിട്ട് കേട്ടോ. അഷ്ടമുടി. കേരളത്തിലെ കായലുകളിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത്, കായലാകാൻ നീളമല്ല. കായൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വലിയൊരു കുളം പോലെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ കായൽ എന്ന് പറയുന്നത്. അങ്ങനെ നീളം അങ്ങനെ പറയുന്നില്ല. എത്ര നീളം ഉണ്ട് അങ്ങനെ എനിക്ക് ഉണ്ടാകുന്നില്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടാ. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരിടത്തും. നദിയാകാൻ 15 കിലോമീറ്റർ നീളം വേണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രദേശത്ത് ഇങ്ങനെ
അതിങ്ങനെ ഒഴുകുകയായിരിക്കത്തില്ല, ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് കേട്ടോ. വെള്ളം കെട്ടി നിൽക്കുന്ന, നമ്മൾ വലിയൊരു കുളം പോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ജലാശയങ്ങളാണ് കായൽ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ കായലുകളിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അഷ്ടമുടിയാണ് കേട്ടോ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടിയാണ്. അഷ്ടമുടി. ഓക്കെ അല്ലേ? ഓക്കെ. ഈ അഷ്ടമുടി എന്ന് പറയാൻ കാരണം എന്തെന്നറിയോടാ? അതിനിങ്ങനെ ഈ മുടി പോലെയാണ്, അതായത് അതിന്റെ ഒരു ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ആകൃതി തന്നെ നമുക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് 8 ചാലുകൾ പോലെ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ നീരാളിയുടെ ആകൃതിയുള്ള കായൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഷ്ടമുടിയാണ്. നീരാളിയുടെ ആകൃതിയുള്ള കായൽ അഷ്ടമുടിയാണ്. ഓക്കെ. അതുപോലെ പനയോലയുടെ ആകൃതിയുള്ള കായൽ എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? അഷ്ടമുടി തന്നെയാണ്. പനയോല കണ്ടിട്ടുണ്ടോ? പനയോലയുടെ എന്ന് വെച്ചാൽ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ചാല് പോലെ ഇത് വരുന്നതുകൊണ്ടാണ് കേട്ടോ അഷ്ടമുടി. അഷ്ടമുടി ഏത് ജില്ലയിലാ? നമ്മളിപ്പം മറ്റേത് 3 ജില്ല പറഞ്ഞല്ലോ, വേമ്പനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ. അഷ്ടമുടി ഏത് ജില്ലയിലാ? അഷ്ടമുടി കൊല്ലം ജില്ലയിലാണ്. അപ്പൊ നീരാളിയുടെ ആകൃതി എന്നോ പനയോലയുടെ ആകൃതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അഷ്ടമുടിയാണ് കേട്ടോ. അഷ്ടമുടിയാണ്. ഓക്കെ. ഹൃദയത്തിന്റെ ആകൃതിയുള്ള വല്ല കായലോ തടാകമോ ഉണ്ടോ? ഹൃദയത്തിന്റെ ആകൃതിയുള്ളത് മേപ്പടിയാണ് കേട്ടോ. മേപ്പടി എവിടെയാ? മേപ്പടി ഏത് ജില്ലയിലാണ്? മേപ്പടി തടാകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പ്ര കൊടുമുടി വയനാട് കേട്ടോ. ചെമ്പ്ര കൊടുമുടി വയനാടിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് ചെമ്പ്ര മുടിയിൽ അല്ലെങ്കിൽ ചെമ്പ്ര കൊടുമുടിയിലാണ് ഈ ഹൃദയത്തിന്റെ ആകൃതിയുള്ള മേപ്പടി തടാകം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മുടെ എഫ് ആകൃതിയിൽ ഒരു കായലുണ്ട്. എഫ് ആകൃതിയിൽ പോയിട്ടുണ്ടോ? ഹൃദയത്തിന്റെ ആകൃതിയാണ് ഈ പറയും പോലെ. ശാസ്താംകോട്ടയാണ്. എഫ് ആകൃതിയിലുള്ളത് ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ടയാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയുള്ള ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയുള്ളത് ഏതാണ് പിള്ളേരെ? അത് പൂക്കോടാണ് കേട്ടോ. പൂക്കോടാണ്. ഈ ശാസ്താംകോട്ട ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. ഓക്കെ. ഈ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള പൂക്കോട് തടാകം എവിടെയാണ്? പൂക്കോട് തടാകം വയനാടാണ് കേട്ടോ. വയനാടാണ്. ഓക്കെ. ഈ പൂക്കോടിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് കേട്ടോ. ഏത്? ഈ പൂക്കോട് എന്ന് പറയുന്നത് കേട്ടോ. പൂക്കോട് ഒരു യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏത് യൂണിവേഴ്സിറ്റിയാ? ഏത് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമാണ് പൂക്കോട് വരുന്നത്? കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി കേട്ടോ. യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? പൂക്കോടാണ്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം വരുന്നത് എവിടെയാണുള്ളത്? പൂക്കോടാണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ ഓർത്തിരിക്കുക. ഓക്കെ. ഇതിന്റെ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ അതൊന്ന് എന്തെങ്കിലും പോയിന്റ് ഒക്കെ നോക്കാനുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് അത് വായിച്ച് പഠിച്ചോണേ. ശരി. അടുത്ത കേരളത്തിലെ ആദ്യ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് ഏത് പഞ്ചായത്തിലാണ്? ഇതും പ്രീവിയസ് ചോദ്യമാണ്. മേപ്പാടി പഞ്ചായത്തിലാണ് കേട്ടോ. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് വന്നത്. ഓക്കെ. മേപ്പാടി, വയനാട്. ഈ മടിക്കൈക്ക് ഒരു ചോദ്യമുണ്ട്. സമ്പൂർണ്ണ മടിക്കൈ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് കേട്ടോ. സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് ഏത്? മടിക്കൈ കേട്ടോ. സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ. സമ്പൂർണ്ണ നേത്രദാന പഞ്ചായത്ത് ഏതാ? സമ്പൂർണ്ണ നേത്രദാന പഞ്ചായത്ത് ചെറുകുളത്തൂരാണ് കേട്ടോ. ചെറുകുളത്തൂരാണ് സമ്പൂർണ്ണ നേത്രദാന പഞ്ചായത്ത്. സമ്പൂർണ്ണ അവയവദാന പഞ്ചായത്ത് ഏതാ? കേരളത്തിലെ സമ്പൂർണ്ണ അവയവദാന പഞ്ചായത്ത് ഏതാ?
പിള്ളേരെ അതും ചെറുകുളത്തൂരാണ് കേട്ടോ. അവയവദാന പഞ്ചായത്തും ഏത് തന്നെയാണ്, ചെറുകുളത്തൂരാണ്. ഓക്കെ, അപ്പൊ രക്തദാന പഞ്ചായത്തും മടിക്കൈയാണ്. സമ്പൂർണ്ണ നേത്രദാന പഞ്ചായത്തും അവയവദാന പഞ്ചായത്തും ഏതാണ്? അത് ചെറുകുളത്തൂരാണ്. അത് പഠിക്കാൻ എളുപ്പമുണ്ട്. നമ്മളിപ്പം രക്തം ദാനം ചെയ്യുന്നത് നമ്മുടെ കൈകളിൽ നിന്നല്ലേ രക്തം എടുക്കുന്നത്. ആരോട് പറയാനില്ല, എത്ര പേര് രക്തദാനം ചെയ്തിട്ടുണ്ട്? രക്തദാനം പുരുഷന്മാരുടെ കുത്തക അവകാശം എന്നല്ലെങ്കിൽ അവരുടെ ഒരു കുത്തകയാണെന്നാണ് സ്ത്രീകൾ വിചാരിക്കുന്നത്. രക്തദാനം ചെയ്തിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. മനീഷ, അതിൽ നിങ്ങൾക്ക് ഇക്വാലിറ്റി വേണ്ടേടെ? ഞങ്ങൾ മാത്രം രക്തദാനം ചെയ്താൽ മതിയാ? അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തദാനം ചെയ്യണമെങ്കിൽ 50 കിലോ വെയിറ്റ് വേണം. ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും കേട്ടോ, അവർ നിങ്ങൾ ഇത് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് 50 കിലോയ്ക്ക് മുകളിൽ ഭാരം കാണാറില്ല. ഇവിടെ നിന്ന് രക്തദാനം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവര് തൂക്കം നോക്കുമ്പോൾ 40, 45, 30, 35 അപ്പൊ അവർ ഓട്ടിച്ച് വിടും. ചില ആൾക്കാർക്കൊക്കെ കാണുമ്പോ തന്നെ അത് ആർക്കും വേണ്ടേ, വെയിറ്റ് ഉള്ളത് കൊടുക്കാമല്ലോ. ധനുഷിക്ക് കൊടുക്കാം, ധനുഷിക്ക് 2-3 തവണയെ കൊടുക്കാം കേട്ടാ. പറയല്ലേ, റയർ ഗ്രൂപ്പത്തോട് പറയരുത് കേട്ടാ. റയർ ഗ്രൂപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്കാര് കിഡ്നിയൊക്കെ അടിച്ചോണ്ടോ. റയർ ഗ്രൂപ്പിന്റെ കിഡ്നിക്കൊക്കെ വില കൂടുതലാണ്. നാട്ടുകാരുടെ മൊത്തം പറഞ്ഞു കൊടുക്കണം എന്റേത് ഈ ഗ്രൂപ്പാണെന്ന്. മറ്റേ ഇല്ല ജോസഫ് സിനിമ കണ്ടില്ലേ, പോണ വഴിക്ക് ഒരു തട്ട് ഒരു തള്ള്, എന്റെ കിഡ്നി ഒരു വഴിക്ക് പോവും. അപ്പൊ ഇത് ഓർത്തോളാം. അപ്പൊ രക്തദാനം കേട്ടോ, കൈ മടിക്കൈ. നേത്രദാനം ചെറുകുളത്തൂർ, അത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മുടെ കണ്ണെന്ന് പറഞ്ഞ ഒരു ചെറിയ കുളമല്ലേ, ചെറിയൊരു കുളം പോലെ, ചെറിയൊരു കുഴിക്കകത്തല്ലേ നമ്മളെ കണ്ണിരിക്കുന്നത്. അപ്പം നേത്രദാനം ചെറുകുളത്തൂര്, അവയവദാനവും ഏത് തന്നെയാണ്, ചെറുകുളത്തൂര് കേട്ടാ. ഓക്കെ, നേത്രദാനം അവയവദാനം ഒക്കെ ചെയ്യണം. നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടോ? അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യപ്പെടും. ഇല്ല, അങ്ങനെ ഇപ്പൊ നമ്മളെ കൊണ്ട് ആരും കാണാൻ വേണ്ട, ഉപയോഗപ്പെടണ്ടല്ലേ. അത് നമുക്ക് എന്തോ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഫോം ഉണ്ട്, നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാറില്ല. മൃതസഞ്ജീവനി പോർട്ടലുണ്ട്, അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പൊക്കെ വെച്ചിട്ട്. ശരി, ഓക്കെ പിള്ളേർ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ശരിയല്ലാത്ത ജോഡി ഏത്? വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ, പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഗുരുവായൂർ സത്യാഗ്രഹം കെ. കേളപ്പൻ. ഓക്കെ, നമുക്ക് നോക്കാം. എടാ, വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ ശരിയാണോ? വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ ശരിയാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ ശരിയാണ്, 1 ശരിയാണ്. പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ മൗലവി അതാണോ? അല്ല, പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല. ഗുരുവായൂർ സത്യാഗ്രഹം കെ. കേളപ്പൻ ശരിയാണോ? ഗുരുവായൂർ സത്യാഗ്രഹം കെ. കേളപ്പൻ ശരിയാണ് കേട്ടോ, കെ. കേളപ്പൻ ശരിയാണ്. അതായത് ഇതിൽ ഏത് ആൻസർ വരും പിള്ളേരെ? ആൻസർ ശരിയല്ലാത്ത ജോലിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ശരിയില്ലാത്തത്. പാലിയം സത്യാഗ്രഹത്തിന് പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത? പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ വളരെ? അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന സമരം എന്ന് ചോദിച്ചാലും, ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം എന്ന് ചോദിച്ചാലും അത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതാണ് പിള്ളേരെ? പാലിയം സത്യാഗ്രഹമാണ്. മനസ്സിലല്ലേ? ഇത് കറക്റ്റ്. നമുക്കിപ്പോ അത് 2 രീതിയിലും ചോദിക്കാനാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നടന്ന അവസാന സമരം എന്നോ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാലിയം സത്യാഗ്രഹമാണ്. പക്ഷെ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. 1947 ഡിസംബർ മാസം 4-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, 1947 ഡിസംബർ മാസം 4-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു? പാലിയം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു? ഒരു സെക്കൻഡ്, ക്ലാസ് എടുത്തോണ്ടിരിക്കണ്ടേ? നീ നടന്നു തുടങ്ങിക്കോ, ഞാൻ പുറകെത്താം. അല്ലെങ്കിൽ നീ അവിടെ നില്ല, ഞാൻ ഇപ്പൊ വരും, ഒരു 15 മിനിറ്റ്. ഓക്കെ, നീ ഇപ്പൊ വരാം. ഓക്കെ, വെയിറ്റ്. പയ്യൻ ഉത്തരവാദിത്തം കൂടുതലാണ് കേട്ടാ.
ശരി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു ഇത്? സഞ്ചാര സ്വാതന്ത്ര്യം കേട്ടോ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു ഏത്? പാലിയം സത്യാഗ്രഹം കേട്ടോ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം. ഓക്കെ. 1947 ഡിസംബർ 4 ഇത് ആരാ ഉദ്ഘാടനം ചെയ്തേ? സി കേശവനാണ് ഉദ്ഘാടനം ചെയ്തത്. സി കേശവനാണ് പാലിയം സത്യാഗ്രഹം എന്ത് ചെയ്തത് പിള്ളേരെ? ഉദ്ഘാടനം ചെയ്തത്. സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. സി കേശവനാണ്. ഇനി ഈ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ഒരു വനിതയുണ്ട്. ആരെന്നറിയാവോ? കെ കൗസല്യ. ആരാ പിള്ളേരെ? കെ കൗസല്യ. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് കെ കൗസല്യ. കെ കൗസല്യ എന്തെന്നറിയാവോ? പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് നടത്തി? സൗഹൃദ ജാഥ നടത്തി കേട്ടോ. സൗഹൃദ ജാഥ. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് സൗഹൃദ ജാഥ നടത്തിയ വനിതയാണ് ആര്? കെ കൗസല്യ. കെ കൗസല്യ. ഓക്കെ, മനസ്സിലായല്ലോ. ഈ പാലിയം സത്യാഗ്രഹത്തിൽ ഒരു രക്തസാക്ഷിയുണ്ട്. ആരാണ്? പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആരാണ്ട്? അത് AG വേലായുധനാണ് കേട്ടോ. AG വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആണെന്ന് കേട്ട് കഴിഞ്ഞാല് അത് AG വേലായുധനാണ്. AG വേലായുധൻ. അപ്പൊ പിള്ളേരെ 1947 ഡിസംബർ 4 ഈ പാലിയം സത്യാഗ്രഹം സി കേശവൻ ഉദ്ഘാടനം ചെയ്യുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം തന്നെയാണ് പാലിയം സത്യാഗ്രഹം. കെ കൗസല്യ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവാണ്. അവർ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു സൗഹൃദ ജാഥ നടത്തി. AG വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി. ഓക്കെ. അടുത്ത് ഇവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതെല്ലാം? ചെയ്തേ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടെ രചനയാണോ? അതെ, വേദാധി നിരൂപണം ചട്ടമ്പി സ്വാമിയുടെ രചനയാണ്. ആത്മോപദേശ ശതകം അത് ആരുടേതാ? ആത്മോപദേശ ശതകം ആരുടേതാ? അത് ശ്രീനാരായണ ഗുരു അല്ലെ? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ഗുരു. അഭിനവ കേരളം ആരുടേതാ? അഭിനവ കേരളം വാഗ്ഫടാനന്ദൻ. അഭിനവ കേരളം വാഗ്ഫടാനന്ദൻ. ആദിഭാഷ ആരുടേതാ? ആദിഭാഷ ചട്ടമ്പി സ്വാമിയുടെ തന്നെയാണ്. അപ്പൊ 1ഉം 4ഉമാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ 1ഉം 4ഉമാണ് ആൻസർ. ഓക്കെ. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണാധികാരി ആരാണ്? കൊട്ടിയോട്ട് രാജ നമ്മൾക്ക് പ്രീവിയസ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാ? അത് പഴശ്ശി രാജയാണ് കേട്ടോ. കൊട്ടിയോട്ട് രാജ, അതുപോലെ പച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ് കേട്ടോ. ഓക്കെ. പഴശ്ശിരാജയെ കേരള സിംഹം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് ആരാ? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ് കേട്ടോ. കേരളത്തിന്റെ സിംഹമാണ് സർദാർ KM പണിക്കരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഓക്കെ. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയിട്ട് ഇദ്ദേഹം കേരള സിംഹം എന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട്. പഴശ്ശിരാജയെ കുറിച്ച് പരാമർശിക്കുന്ന കേരള സിംഹം എന്ന പുസ്തകം എഴുതിയതും ആര് തന്നെയാണ്? സർദാർ KM പണിക്കർ തന്നെയാണ് കേട്ടോ. ഓക്കെ. അടുത്ത് ചേരുംപടി ചേർക്ക്. ഒന്ന് ചേരുംപടി ചേർത്തേടാ. ചേരുംപടി ചേർത്തില്ലേ? ഏത് വരും പിള്ളേരെ ആൻസർ? ഓക്കെ. മലബാർ കുടിയായ്മ നിയമം ഏത് വർഷമാണ്? മലബാർ കുടിയായ്മ നിയമം ഏത് വർഷമാണ്? മലബാർ കുടിയായ്മ നിയമം 1929. മലബാർ കുടിയായ്മ നിയമം 1929. പണ്ടാരപ്പാട്ട വിളംബരം ഏത് വർഷം? പണ്ടാരപ്പാട്ട വിളംബരം 1865. ജന്മി കുടിയാൻ നിയമം ഏത് വർഷം? ജന്മി കുടിയാൻ നിയമം ഏത് വർഷം പിള്ളേരെ? അത് 1896. ഇതെല്ലാം പ്രധാനപ്പെട്ട നിയമങ്ങളാണ്, പഠിച്ചു വെച്ചോണം. കൊച്ചിൻ കുടിയായ്മ നിയമം ഏത് വർഷമാണ്? 1914. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 1B 2A 3D 4C. ഓക്കെ. 1B 2A 3D 4C. ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ എ വരും. ഓക്കെ. മറക്കണ്ട, ഈ നിയമങ്ങളുടെ വർഷം നിങ്ങൾ അതുപോലെ പഠിച്ചു വെക്കുക. വർഷം തന്നെ നിങ്ങൾക്ക് ധാരാളം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. ഇന്ന് അതിന്റെ ബാക്കി ക്ലാസ് ഉണ്ട്. നമ്മുടെ ഇമ്പോർട്ടന്റ് ലോസിന്റെ അടുത്ത സെക്ഷന്റെ ക്ലാസ് ഉണ്ട്. ഞാൻ ഗ്രൂപ്പിൽ പറയും.
അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന വരികളുള്ള ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ്? അപ്പോൾ അത് ആത്മോപദേശ ശതകമാണ് കേട്ടോ. ആത്മോപദേശ ശതകമാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഇത് ആരുടെ കൃതികളാണെന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ല ആരുടെ വരികൾ നേട്ട് ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ്. ഏത് കൃതി എന്ന് കേട്ട് കഴിഞ്ഞാല് അത് ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതിയിലാണ് കേട്ടോ. ഓക്കെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഈ വരികള് അത് ജാതി മീമാംസ. ജാതി മീമാംസ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആ, മറ്റ് ദൈവദശകത്തിലുള്ളത് മറ്റേ ഇതല്ലേ, ആഴമാം നിൻ മഹസാവാഴിയിൽ ആഴണം, അല്ല അതിന് വാഴണം. ആ സാധനം എനിക്ക് പണ്ടേ പറയാൻ പറ്റൂല, ഇപ്പോഴും പറയാൻ പറ്റൂല. ഞാൻ മറ്റേ നമ്മളെ യൂട്യൂബിൽ കമ്മേശ്ശേരിയൊക്കെ എടുത്തോണ്ടിരിക്കുന്ന ഈ സമയത്ത് ജോബിനെ കൊണ്ടാണ് അത് പറയിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആസ്ഥാന പാട്ടുകാരനാണ് ജോബിൻ. ഓക്കെ. ആഴണം വാഴണം നിത്യം വാഴണം സുഖം, അങ്ങനെയല്ലേ? ആഴമാം നിൻ മഹസാവാഴിയിൽ ആഴണം വാഴണം നിത്യം വാഴണം. അത് ഏതിലുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്? ആഴമാം നിൻ മഹസാവാഴിയിൽ ആഴണം വാഴണം നിത്യം വാഴണം സുഖം, ദൈവദശകം. ദൈവദശകത്തിലാണ് കേട്ടോ, ദൈവദശകത്തിലെയാണ്. ദൈവദശകത്തിൽ. ആടെ മൈക്കോണാണേ. ദൈവദശകത്തിലാണ് കേട്ടോ, ദൈവദശകം. ഓക്കെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ജാതി മീമാംസ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാതി മീമാംസ കേട്ടോ. ഈ പറഞ്ഞ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം, അത് ആത്മോപദേശ ശതകം. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതാണ്? പ്രീവിയസ് ചോദ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതാണ് പിള്ളേരെ? ഇരുമ്പാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ഇരുമ്പിന്റെ ആവശ്യമില്ല. ഓക്കെ. കാൽസ്യത്തിന്റെ ആവശ്യമുണ്ട്, മഗ്നീഷ്യത്തിന്റെ ആവശ്യമുണ്ട്, ഫോസ്ഫറസിന്റെ ആവശ്യമുണ്ട്. ഇരുമ്പിന്റെ ആഗീരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ പിള്ളേരെ? ഇരുമ്പിന്റെ ആഗീരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? ഇരുമ്പിന്റെ ആഗീരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. നമ്മുടെ ശരീരത്തില് ഇരുമ്പിന്റെ ആഗീരണം സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ ആഗീരണം സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? കാൽസ്യത്തിന്റെ ആഗീരണം സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. ഫോസ്ഫറസിന്റെ ആഗീരണം സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? അതും വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇരുമ്പിന്റെ ആഗീരണത്തിന് വൈറ്റമിൻ സി, കാൽസ്യത്തിന്റെ ആഗീരണത്തിന് വൈറ്റമിൻ ഡി, ഫോസ്ഫറസിന്റെ ആഗീരണത്തിനും വൈറ്റമിൻ ഡി ആണ് കേട്ടോ. ഫോസ്ഫറസിന്റെ ആഗീരണത്തിനും വൈറ്റമിൻ ഡി ആണ്. ഓക്കെ അല്ലേ? അടുത്ത്, ഇവയിൽ ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. നമുക്കറിയാം, നമുക്ക് വിസർജന അവയവങ്ങളിൽ പ്രധാനപ്പെട്ട വിസർജന അവയവം എന്ന് പറഞ്ഞാൽ ഏതാണ് പിള്ളേരെ? വൃക്കയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിസർജന അവയവം. വൃക്കയുടെ ജോലി എന്താണ്? പിള്ളേരെ? വൃക്ക എന്ന വിസർജന അവയവത്തിന്റെ ജോലി എന്താണ്? യൂറിയ പുറന്തള്ളുക എന്നതാണ് വൃക്കയുടെ ജോലി കേട്ടോ. യൂറിയ പുറന്തള്ളുക എന്നതാണ് വൃക്കയുടെ ജോലി കേട്ടോ. യൂറിയ നിർമ്മിക്കുന്ന അവയവം ഏതാണ്? യൂറിയ നിർമ്മാണം ആരാണ്? യൂറിയ നിർമ്മാണം കരളാണ്. യൂറിയ പുറന്തള്ളുന്നത് വൃക്കയാണ്. ഓക്കെ. ശ്വാസകോശം വിസർജന അവയവം അല്ലെങ്കിൽ വിസർജനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ശ്വാസകോശം? ശ്വാസകോശ ഒരു വിസർജന അവയവമാണ്. അത് ഏതാണ് പുറത്തേക്ക് കളയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നു. ത്വക്ക് വിസർജനത്തിന്റെ ഭാഗമാകുന്നുണ്ടോ? സ്കിന്ന് വിസർജനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അത് എന്താണ്ടാ? അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ജലവും ലവണവും പുറന്തള്ളുന്നത് ത്വക്കാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പം വൃക്കയുടെ ജോലി യൂറിയ പുറന്തള്ളുക. യൂറിയ നിർമ്മാണം കരളാണ്. ശ്വാസകോശം എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. ത്വക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ജലവും ലവണവും പുറന്തള്ളുന്നു. ഓക്കെ, ക്ലിയർ ആണ്. നിങ്ങൾ ത്വക്കിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് അടച്ചു വെക്കരുത്. അതുവഴി ആവശ്യമില്ലാത്ത ജലവും ലവണമൊക്കെ പുറത്തേക്ക് പോവേണ്ടതാണ്. മനസ്സിലായ? ഞാൻ ഇത് ആലോചിച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് വെക്കണമ്പോ എന്ത് ചെയ്യുമെന്ന്. കാരണം എന്റെ മുഖം പെട്ടെന്ന് വേർക്കാറുണ്ട്.
ഞാൻ കേട്ടോ നമ്മൾ വൈഫ് ഉണർന്നിരിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം പറയായിരുന്നു. ഓക്കെ, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഏത് പ്രസ്ഥാനം പിള്ളേരെ? അപ്പിക്കോ പ്രസ്ഥാനം അല്ലേ? അപ്പിക്കോ പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പിക്കോ പ്രസ്ഥാനം വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത്? അപ്പിക്കോ പ്രസ്ഥാനം കേട്ടോ. അപ്പിക്കോ പ്രസ്ഥാനം. ഓക്കെ, അപ്പിക്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് അറിയോ? സുന്ദർലാൽ ബഹുഗുണയാണ് അപ്പിക്കോ പ്രസ്ഥാനം. അത് പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് കേട്ടോ. പാണ്ഡുരംഗ ഹെഗ്ഡെയാണ്. പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് അപ്പിക്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സുന്ദർലാൽ ബഹുഗുണ നേതൃത്വം നൽകിയത് ഏതിനാണ്? സുന്ദർലാൽ, അത് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം ഏത് വർഷമാണ്? സുന്ദർലാൽ ബഹുഗുണ നേതൃത്വം നൽകിയത് അത് ചിപ്കോ പ്രസ്ഥാനമാണ്. 1973 ചിപ്കോ പ്രസ്ഥാനം. 73 ചിപ്കോ പ്രസ്ഥാനത്തിനാണ് സുന്ദർലാൽ ബഹുഗുണ നേതൃത്വം നൽകിയത്. ഓക്കെ, ഇവയിൽ ഏത് രക്തഗ്രൂപ്പുകളാണ് എ ഗ്രൂപ്പുകാർക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്? എ ഗ്രൂപ്പുകാർക്ക് ഏതൊക്കെ സ്വീകരിക്കാന്നാണ്? ഇതൊക്കെ ഞാൻ എത്ര തവണ നിങ്ങൾ പഠിപ്പിക്കണമെന്നറിയോ? പിള്ളേരെ, എ ഗ്രൂപ്പുകാർക്ക് എ സ്വീകരിക്കാൻ പറ്റുമോ? എ ഗ്രൂപ്പുകാർക്ക് എ സ്വീകരിക്കാൻ പറ്റും. എ ഗ്രൂപ്പുകാർക്ക് ബി സ്വീകരിക്കാൻ പറ്റുമോ? എ ഗ്രൂപ്പുകാർക്ക് ബി സ്വീകരിക്കാൻ പറ്റത്തില്ല. എ ഗ്രൂപ്പുകാർക്ക് എ ബി സ്വീകരിക്കാൻ പറ്റുമോ? എ ഗ്രൂപ്പുകാർക്ക് എ ബി സ്വീകരിക്കാൻ പറ്റത്തില്ല. ഓ സ്വീകരിക്കാൻ പറ്റുമോ? ഓ യൂണിവേഴ്സൽ ഡോണർ ആയതുകൊണ്ട് എല്ലാവർക്കും സ്വീകരിക്കാം അല്ലേ? അതായത് ഏതൊക്കെ സ്വീകരിക്കാം? ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം സ്വീകരിക്കാം. 1ഉം 4ഉം മാത്രമേ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. എ ഗ്രൂപ്പുകാർക്ക് ഏതൊക്കെ സ്വീകരിക്കാന്ന് കേട്ട് കഴിഞ്ഞാല് എയും സ്വീകരിക്കാം, ഓയും സ്വീകരിക്കാം. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉമാണ്. പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചാൽ, ഇപ്പൊ തന്നെ പൂമ്പാറ്റ ഉണ്ടാ? പൂമ്പാറ്റയെ കണ്ട കാലം വളർന്നു. ഉണ്ടാടാ, പൂമ്പാറ്റ ഉണ്ടോ? പൂമ്പാറ്റയ്ക്ക് വംശനാശം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഉണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ? ഇവിടെ ഒന്നും കാണാനില്ല കേട്ടാ. സസ്യങ്ങൾ പുഷ്പിക്കില്ല, സസ്യങ്ങൾ ഉണങ്ങിപ്പോകുന്നു, സസ്യ വളർച്ച കുറയുന്നു. ഓപ്ഷൻ ഡി ആണ്. പല സസ്യങ്ങൾക്കും പുതിയ തൈ ഉണ്ടാകത്തില്ല. അതിന്റെ കാരണം എന്താണ്? പൂമ്പാറ്റകൾ പരാഗണത്തിന്റെ ഭാഗമാണ് അല്ലേ? പൂമ്പാറ്റകൾ പോളിനേഷന്റെ പരാഗണത്തിന്റെ ഭാഗമാണ് കേട്ടാ. പരാഗണത്തിന്റെ ഭാഗമാണ് കേട്ടാ. ഓക്കെ, ഈ ഷഡ്പദങ്ങൾ വഴി നടക്കുന്ന പരാഗണത്തെ എന്ത് പേരിട്ടാ വിളിക്കുന്നേ? ഷഡ്പദങ്ങൾ വഴി നടക്കുന്ന എൻഡമോഫിലി എന്നാണ് കേട്ടോ. എൻഡമോഫിലി ഷഡ്പദങ്ങൾ വഴി നടക്കുന്ന പരാഗണത്തെ എൻഡമോഫിലി എന്നാണ് പറയുന്നത്. സൂഫിലി എന്താണ്? സൂഫിലി ആരോ കമന്റ് ചെയ്തല്ലോ. സൂഫിലി എന്താ? അനിമൽസ് വഴി, ജന്തുക്കൾ വഴി നടക്കുന്ന പരാഗണമാണ് ഏത്? അല്ലെങ്കിൽ അനിമൽസ് വഴി നടക്കുന്ന പരാഗണമാണ് സൂഫിലി. ഏതാണ് വളരെ? സൂഫിലി കേട്ടാ. സൂഫിലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അനിമോഫിലി എന്താ? അനിമോഫിലി എന്താണ്? അനിമോഫിലി എന്ന് പറഞ്ഞാൽ കാറ്റ് വഴിയുള്ള പരാഗണം കേട്ടോ. കാറ്റ്, നമുക്കറിയാം, കാറ്റിനെ കുറിച്ചുള്ള പഠനമാണ് എന്താണ്? അനിമോളജി. അപ്പൊ അനിമോഫിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് വഴിയുള്ള പരാഗണമാണ് ഏത്? അനിമോഫിലി എന്ന് പറയുന്നത് കേട്ടോ. അനിമോഫിലി കാറ്റ് വഴിയുള്ള പരാഗണമാണ്. ഹൈഡ്രോഫിലി എന്താ? ഹൈഡ്രോഫിലി എന്താണ്? ഹൈഡ്രോളജി ജലത്തെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ ഹൈഡ്രോഫിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിലൂടെയുള്ള പരാഗണമാണ് ഏത്? ഹൈഡ്രോഫിലി. ജലത്തിലുള്ള പരാഗണമാണ് ഹൈഡ്രോഫിലി കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കണം. ഷഡ്പദങ്ങൾ വഴിയുള്ള പരാഗണം എൻഡമോഫിലിയാണ്. ജന്തുക്കൾ വഴിയുള്ളത് സൂഫിലിയും, കാറ്റ് വഴിയുള്ളത് അനിമോഫിലിയും, ജലത്തിലൂടെയുള്ള പരാഗണം ഹൈഡ്രോഫിലി. പരാഗണം എന്ന് വെച്ചാൽ എന്തെന്നറിയാലോ നിങ്ങൾക്ക്? ഒരു സസ്യത്തിൽ നിന്ന് പരാഗരേണുക്കൾ മറ്റൊരു സസ്യത്തിലേക്ക് പോകുന്നതിനെയാണ് പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സസ്യങ്ങളുടെ റീപ്രൊഡക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഓക്കെ,
ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവയിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തിക പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പിള്ളേരെ? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഈ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി ആണല്ലേ പിള്ളേരെ? ഹെൻറി മോസ്ലിയാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് ടേബിളിന്റെ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്, നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് ഹെൻറി മോസ്ലി ആണ് അല്ലെ? ഹെൻറി മോസ്ലി ആണ്. ഓക്കെ, ഹെൻറി മോസ്ലി ആണ്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാ? ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് ലാവോസിയർ ആണ് കേട്ടോ. ലാവോസിയർ ആണ് ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത്. എങ്ങനെ വർഗീകരിച്ചേ? ലാവോസിയർ എങ്ങനെ വർഗീകരിച്ചത്? അത് തന്നെയാണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് അല്ലേ? മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അതായത് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും പറഞ്ഞിട്ട് വർഗീകരിച്ച ആരാണ്ട? ലാവോസിയർ ആണ്. ഓക്കെ, ഇനി ത്രികങ്ങൾ എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ട്രയാഡ്സ് എന്ന രൂപത്തിൽ വർഗീകരിച്ചത് ആരാണ്? ത്രികങ്ങൾ എന്ന രൂപത്തിൽ വർഗീകരിച്ചത് ഡോബറൈനർ ആണ് കേട്ടോ. ഡോബറൈനർ ആണ് ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത്. ത്രികങ്ങൾ, ഓക്കെ, ട്രയാഡ്സ് എന്ന രീതിയിൽ. ഇനി അഷ്ടക നിയമ പ്രകാരം, അതായത് സംഗീതത്തിലെ സപ്തസ്വരങ്ങള് പോലെ അഷ്ടക നിയമം ന്യൂലാൻഡ് ആണ് കേട്ടോ. അഷ്ടക നിയമം പ്രകാരം വർഗീകരിച്ചത് ന്യൂലാൻഡ്സ് ആണ്. അഷ്ടക നിയമപ്രകാരം വർഗീകരിച്ചത്. ഓക്കെ, മോഡേൺ പീരിയോഡ് ടേബിളിന്റെ പിതാവ് ഹെൻറി മോസ്ലി. മോഡേൺ പീരിയോഡിക് ടേബിള് എന്ത് ബേസ് ചെയ്തിട്ടാണ്? അറ്റോമിക് നമ്പർ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് ലാവോസിയർ ആണ്. ആദ്യമായിട്ട് അത് ലോഹം അലോഹം എന്ന രീതിയിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ത്രികങ്ങളായിട്ട് വർഗീകരിച്ചത്, അല്ലെങ്കിൽ ട്രയാഡ്സ് ആയിട്ട് വർഗീകരിച്ചത് ഡോബറൈനർ ആണ്. അഷ്ടക നിയമപ്രകാരം വർഗീകരിച്ചത് ന്യൂലാൻഡ്സ് ആണ് കേട്ടോ. ന്യൂലാൻഡ്സ്. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഈ എത്ര മൂലകങ്ങളുണ്ട് ഈ മോഡേൺ പീരിയോഡ് ടേബിളില്? എത്ര മൂലകങ്ങള്? 118 മൂലകങ്ങളാണ് മോഡേൺ പീരിയോഡ് ടേബിളിൽ ഉള്ളത്. ഓക്കെ, അതിൽ ഈ സ്വാഭാവിക മൂലകങ്ങൾ എത്ര എണ്ണമാണ്? സ്വാഭാവിക മൂലകങ്ങൾ 92 എണ്ണമാണ് കേട്ടോ. 92 എണ്ണമാണ് സ്വാഭാവിക മൂലകങ്ങൾ, അല്ലെങ്കിൽ നാച്ചുറൽ മെറ്റൽസ് നാച്ചുറൽ എലിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 92ാമത്തെ സ്വാഭാവിക മൂലകം ഏതാ? 92ാമത്തെ സ്വാഭാവിക മൂലകം യുറേനിയം ആണ് കേട്ടോ. യുറേനിയമാണ് 92ാമത്തെ സ്വാഭാവിക മൂലകം. ഏതാ പിള്ളേരെ? യുറേനിയമാണ്. യുറേനിയം. ഓക്കെ, 92ാമത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ആകപ്പാടെ 118 എണ്ണം ഉണ്ട്. അതില് സ്വാഭാവിക മൂലകങ്ങൾ 92 എണ്ണമാണ്. 92ാമത്തെ സ്വാഭാവിക മൂലകം ഏതാണ് പിള്ളേരെ? അത് യുറേനിയമാണ് കേട്ടോ. യുറേനിയമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഈ പീരിയോഡ് ടേബിൾ, അപ്പൊ മോഡേൺ പീരിയോഡ് ടേബിൾ നമ്മൾ പറഞ്ഞത് അല്ലേ? പീരിയോഡ് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്ടാ? അത് മെന്റലീവ് ആണ് അല്ലെ? ദിമിത്രി മെന്റലീവ് ആണ്. അതായത് ആവർത്തന പട്ടികയുടെ പിതാവ്, അല്ലെങ്കിൽ പീരിയോഡ് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് പിള്ളേരെ? അത് ദിമിത്രി മെന്റലീവ് ആണ് കേട്ടോ. ദിമിത്രി മെന്റലീവ് ആണ്. ഇദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആവർത്തന പട്ടികയെ? അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ കേട്ടോ. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ കേട്ടോ. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് ആദ്യത്തെ പീരിയോഡിക് ടേബിൾ, അല്ലെങ്കിൽ ആദ്യത്തെ ഈ ദിമിത്രി മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളില് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയിരുന്നിട്ട് ദിമിത്രി മെന്റലീഫും, ഫാദർ ഓഫ് മോഡേൺ പീരിയോഡ് ടേബിൾ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഹെൻറി മോസ്ലിയുമാണ്. രണ്ട് ചോദ്യങ്ങളാണ്. ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറും ദിമിത്രി മെന്റലീവ് അറ്റോമിക് മാസുമാണ് എന്ത് ചെയ്തത് പിള്ളേരെ? അറ്റോമിക് മാസമാണ് വെച്ചിട്ടാണ് തരംതിരിച്ചത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത, പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് ഇതിൽ ഏത് കാരണം കൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട് കേട്ടോ. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ് പ്രഷർ കുക്കറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ പാചകം ചെയ്യുന്നത് കേട്ടോ. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. ഓക്കെ,
അടുത്ത് ടങ്സ്റ്റൺ എന്ന മൂലകത്തിന്റെ പ്രതീകം ഏതാണ്? ലെഫ്റ്റ് ആയിക്കോ. ടങ്സ്റ്റൺ എന്ന മൂലകത്തിന്റെ പ്രതീകം ഏതാണ് പിള്ളേരെ? ടങ്സ്റ്റൺ എന്ന മൂലകത്തിന്റെ പ്രതീകം ഏതാണ് പിള്ളേരെ? ഡബ്ല്യു ആണ്. ഡബ്ല്യു ആണ്. ഓക്കെ. ഈ മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന രീതി ആവിഷ്കരിച്ചത് ആരാ? മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന അത് ബെർസേലിയസ് ആണ് കേട്ടോ. ബെർസേലിയസ് ആണ് മൂലകം എന്ന വാക്ക് കണ്ടെത്തിയത്, അല്ലെങ്കിൽ എലമെന്റ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് റോബർട്ട് ബോയിലാണ്. ഫാദർ ഓഫ് കെമിസ്ട്രി ആയിട്ടുള്ള റോബർട്ട് ബോയിലാണ് ഈ മൂലകം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന രീതി ആവിഷ്കരിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ബെർസേലിയസ് ആണ് കേട്ടോ. ബെർസേലിയസ് ആണ് മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന രീതി ആവിഷ്കരിച്ചത്. ബെർസേലിയസ് ആണ്. മൂലകം എന്ന പദം അല്ലെങ്കിൽ എലമെന്റ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് റോബർട്ട് ബോയിലും, എന്നാൽ മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന ആ ഒരു രീതി ആവിഷ്കരിച്ചത് ബെർസേലിയസുമാണ്. ഓക്കെ. അടുത്ത, ഇവയിൽ ഏതാണ് ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നത്? ഇതൊക്കെ SCRT ചോദ്യങ്ങളാണ്. ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നത് പറ. ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നത് ഏതാണ് പിള്ളേരെ? കാസ്റ്റിക് സോഡയാണോ? കാസ്റ്റിക് സോഡ അല്ല പിള്ളേരെ. സി ആണ്. ലൈംസ്റ്റോൺ ആണ് കേട്ടോ. ലൈംസ്റ്റോൺ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ലൈംസ്റ്റോൺ എന്താ? ലൈംസ്റ്റോണിന്റെ മലയാളം അറിയോ? ലൈംസ്റ്റോൺ എന്താണ്? ചുണ്ണാമ്പ് കല്ലാണ് കേട്ടോ. ചുണ്ണാമ്പ് കല്ലാണ് കേട്ടോ. ചുണ്ണാമ്പ് കല്ല് ചൂടാക്കി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരും. ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ലാണ് കേട്ടോ. ചുണ്ണാമ്പ് കല്ല്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതല ബലം. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ പ്രതല ബലം കുറയും. അങ്ങനെയാണ് നമുക്ക് അതിന് അഴുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നീക്കം ചെയ്യുന്നത് അല്ലെ? നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സോപ്പ് ഉപയോഗിക്കുന്നത് തന്നെ നമ്മൾ ജലത്തിന്റെ പ്രതല ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജലത്തിന്റെ പ്രതല ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിള്ളേരെ? സോപ്പ് ഉപയോഗിക്കുന്നതിന് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് അതന്നെ, സർഫസ് ടെൻഷൻ. അടുത്ത്, പ്രതലബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സോപ്പ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക കേട്ടോ. ISROയുടെ മുൻ ചെയർമാൻമാരിൽ ഒരാള് വളരെ പ്രശസ്തനായ കഥകളി കലാകാരനാണ്. ആരാണത്? കഥകളി കലാകാരനായിട്ടുള്ള ISRO ചെയർമാൻ. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ആരാണ്? ആരെങ്കിലും കണ്ടിട്ട് കഥകളി കലാകാരനായിട്ട് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? കണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പോകുമല്ലോ. അതിന് ഇവരെയൊക്കെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കെ രാധാകൃഷ്ണൻ. ഇതിൽ എത്ര പേര് മുഖം, നിങ്ങൾ ഫോട്ടോ കണ്ടാൽ എത്ര പേരെ തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക്? കസ്തൂരിനെ എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക്? ഇല്ല. MGK മേനോനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. ഇതിൽ കുറെ ആൾക്കാർക്ക് G മാധവൻ നായരെ കണ്ടാൽ അറിയായിരിക്കും. 90s കിഡ്സിന്. ഓക്കെ, 20 കിഡ്സിന് കെ രാധാകൃഷ്ണനെ കണ്ടാൽ അറിയായിരിക്കും. പേരാണല്ലോ. കെ രാധാകൃഷ്ണനാണ് കഥകളി കലാകാരൻ കൂടിയായിട്ടുള്ളത് കേട്ടോ. കെ രാധാകൃഷ്ണന്റെ സമയത്താണ് ഇന്ത്യ ഏത് വിക്ഷേപിക്കുന്നത്? മംഗല്യാൻ കേട്ടോ. മംഗല്യാൻ വിക്ഷേപിക്കുന്നത് കെ രാധാകൃഷ്ണന്റെ കാലത്താണ്. മംഗല്യാൻ വിക്ഷേപിക്കുന്നത്. ഈ G മാധവൻ നായർ ഉള്ളപ്പോഴാണ് എജ്യൂസാറ്റ് വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നതും ഈ G മാധവൻ നായരുടെ കാലഘട്ടത്തിലാണ് കേട്ടോ. മംഗല്യാൻ വിക്ഷേപിക്കുന്നത് കെ രാധാകൃഷ്ണന്റെ കാലത്താണ്. G മാധവൻ നായരുടെ സമയത്താണ് എജ്യൂസാറ്റും ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. ഓക്കെ. രാജ്യത്തെ ഉന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി കായിക താരം ആരെന്നാണ്? ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. പറഞ്ഞേടാ. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി കായിക താരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി KM ബീനാമോൾ ആണ്. ഓക്കെ, KM ബീനാമോൾക്ക് ഏത് വർഷമോ ലഭിച്ചേ? 2002 ലഭിച്ചു. ഓക്കെ, 2003 തന്നെ വീണ്ടും ഒരു മലയാളിക്ക് ലഭിച്ചു. അത് അഞ്ജു ബോബി ജോർജ്. 2003 അഞ്ജു ബോബി ജോർജ്. 2021 PR ശ്രീജേഷിന് ലഭിച്ചു. ഈ 3 പേർക്കാണ് ഇതുവരെ ഖേൽരത്ന പുരസ്കാരം കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത് കേട്ടോ. 2002 KM ബീനാമോൾ, 2003 അഞ്ജു ബോബി ജോർജ്, 2021 PR ശ്രീജേഷ്. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രൂപം കൊടുത്ത നൃത്തശില്പം ഏതാണ്?
നല്ലൊരു പ്രീവിയസ് ചോദ്യമാണ്. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രൂപം കൊടുത്ത നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടമാണ് ആൻസർ. കൃഷ്ണനാട്ടം. ഓക്കെ. അടുത്ത്, ഈ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഏറ്റവും അവസാനം രൂപീകൃതമായത് ഏതെന്നാണ് ചോദ്യം. കണ്ടുപിടിച്ചേ. ഏറ്റവും അവസാനം രൂപീകൃതമായത്. നമുക്ക് നോക്കാം. ലളിതകല അക്കാദമി ഏത് വർഷം പിള്ളേരെ? ലളിതകല അക്കാദമി ഏത് വർഷം അറിയോ നിങ്ങൾക്ക് ആർക്കും? ലളിതകല അക്കാദമി ഏത് വർഷമാണ്? ലളിതകല അക്കാദമി 1962. 1962 ലളിതകല അക്കാദമി. സംഗീത നാടക അക്കാദമി ഏത് വർഷം എന്നറിയോ? സംഗീത നാടക അക്കാദമി 1958 സംഗീത നാടക അക്കാദമി. 1958 സംഗീത നാടക അക്കാദമി. അടുത്ത്, ചലച്ചിത്ര അക്കാദമി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 1998. അടുത്ത്, കേരള ഫോക്ലോർ അക്കാദമി ഏത് വർഷമാണ്? ഫോക്ലോർ അക്കാദമി 92 ആണോ? 95. ഫോക്ലോർ അക്കാദമി 1995. 95 ഫോക്ലോർ അക്കാദമി. ഇനി പറ, ഇതിൽ ഏറ്റവും അവസാനം സ്ഥാപിതമായത് ഏതാ? ഏത് പിള്ളേരെ? ഏറ്റവും അവസാനം സ്ഥാപിതമായത് ഫോക്ലോർ അക്കാദമിയാ. 90. ഈ പിള്ളേർക്ക് വയ്യേ. രാവിലെ എന്താണ്? രാവിലെ ഇച്ചിരി ചായ, ഇതുപോലെ ചായയൊക്കെ ഇട്ട് കുടിക്കണം. ഇട്ടൊരാളില്ലെങ്കിൽ സ്വന്തമായിട്ട് ഇട്ട് കുടിക്കണം. അപ്പൊ ഒരു ഉണർവ് വരും. ഓക്കെ, നിങ്ങൾ നോക്കിയാ ഞാൻ ചായ കുടിക്കുന്ന അനുസരിച്ചാണ് എന്റെ എനർജി ഇങ്ങനെ കൂടിക്കൂടി വരണത്. ഓപ്ഷൻ സി. ഇവിടെ ഉത്തരം പറഞ്ഞു കൊടുത്തു. 98 പറഞ്ഞു കൊടുത്തിട്ട് നേരെ വീണ്ടും കേരള ഫോക്ലോർ അക്കാദമി. അപ്പൊ ഓപ്ഷൻ സി ചലച്ചിത്ര അക്കാദമിയാണ് ആൻസർ. ചലച്ചിത്ര അക്കാദമിയാണ് ആൻസർ കേട്ടാ. ഓക്കെ, ശരി. ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാ? ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാ? ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂര്. ഒന്നും ഉത്തരം വേണില്ല. ലളിതകല അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? ലളിതകല അക്കാദമിയിൽ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ പിള്ളേരെ? മുരളി ചീരോത്താണ് ലളിതകല അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടാ? സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂര് തന്നെയാണ്. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ചെയർമാൻ ആരാ സംഗീത നാടക അക്കാദമി? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇനി ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാ? ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം ട്രിവാൻഡ്രം. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ചെയർമാൻ പ്രേംകുമാർ ആണ്. പ്രേംകുമാർ. രഞ്ജിത്ത് ആയിരുന്നു മറ്റേ ഹേമ കമ്മിറ്റി വിവാദമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളി രാജിവെച്ചപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ പ്രേംകുമാർ ആണ്. ഓക്കെ, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ചിറക്കൽ കണ്ണൂര്. ഫോക്ലോർ അക്കാദമി ചിറക്കൽ കണ്ണൂരാണ്. ഓക്കെ, ആരാണ് ചെയർമാൻ? ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. ഓക്കെ, ശരി. അപ്പൊ ഇതൊക്കെ പഠിച്ചിരിക്കുക ഇമ്പോർട്ടന്റ് ആണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യമായി ഗണിക്കപ്പെടുന്നത് ഏതാണ് പിള്ളേരെ? മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യം. ഓക്കെ, കുഴപ്പമില്ല, ഇന്ന് തെറ്റിച്ചില്ല. സാധാരണ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എപ്പോ കണ്ടാലും നീ തെറ്റിക്കുക. രാമചന്ദ്ര വിലാസമാണ്. രാമചന്ദ്ര വിലാസം എഴുതിയത് ആരാണ്? രാമചന്ദ്ര വിലാസം എഴുതിയത് അഴകത്ത് പത്മനാഭക്കുറുപ്പാണ്. അഴകത്ത് പത്മനാഭക്കുറുപ്പാണ് രാമചന്ദ്ര വിലാസം എഴുതിയത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ രാമചന്ദ്ര വിലാസമാണ്. രാമചന്ദ്ര വിലാസം എഴുതിയത് അഴകത്ത് പത്മനാഭക്കുറുപ്പാണ്. ഓക്കെ, അടുത്ത്, പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏത്? പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് തലച്ചോറാണ്. തലച്ചോറിനെയാണ് പേപ്പട്ടി വിഷം എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത്. ഓക്കെ, പേപ്പട്ടി വിഷത്തിന് കാരണമാകുന്നത് ഒരു വൈറസ് ആണോ?
അതെ, റാബിസ് വൈറസ് ആണ് കേട്ടോ. റാബിസ് വൈറസ് ആണ് പേപ്പർ ഡിവിഷന് കാരണമാകുന്ന വൈറസ്. ഏതാണ് പിള്ളേരെ? റാബിസ് വൈറസ് ആണ് കേട്ടോ. റാബിസ് വൈറസ് ആണ് കേട്ടോ. ഒരു സെക്കൻഡ് മോനെ, കഴിഞ്ഞില്ല മോനെ, ഇപ്പൊ കഴിയും മോനെ. ചന്ദ്രൻ ഇങ്ങോട്ട് വാ മോനെ. ഓക്കെ, നീ വീടാറുണ്ട് കൂടെ നടക്കാൻ വേണം. അതിന് ഭയങ്കര ഉത്തരവാദിത്വമാണ്. ശരി, റാബിസ് റാബിസ് ആണ് കേട്ടോ. റാബിസ്, ഈ റാബിസിനെ തന്നെ നമ്മൾ 2 പേരിട്ട് വിളിക്കാറുണ്ട്. എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോഫോബിയ, പേവിഷബാധയെ വിളിക്കുന്ന മറ്റൊരു പേര്. റാബിസ് വൈറസിനെ നമ്മൾ വേറെ പേരിട്ട് വിളിക്കാറുണ്ട്. കറക്റ്റ് ആണ്. സ്ട്രീറ്റ് വൈറസ് കേട്ടോ. സ്ട്രീറ്റ് വൈറസ്. അതുപോലെ ലിസ വൈറസ്. സ്ട്രീറ്റ് വൈറസ്, ലിസ വൈറസ് എന്നൊക്കെ പറയുന്നത് ഏതാണ്? ഈ പേവിഷബാധ വൈറസ് അല്ല, റാബിസ് വൈറസിനെയാണ്. ഓക്കെ ആണല്ലോ. വാക്സിൻ കണ്ടെത്തിയത് എല്ലാവർക്കും അറിയാം, ലൂയിസ് പാസ്റ്റർ ആണല്ലേ. ലൂയിസ് പാസ്റ്റർ ആണ് വാക്സിൻ കണ്ടെത്തിയത്. അത് എഫക്ട് ചെയ്യുന്നത് തലച്ചോറിനെയാണ് കേട്ടോ. തലച്ചോറിനെയാണ് ഈ പറയുന്ന പേവിഷബാധ, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ് ഈ പേവിഷബാധ എന്ത് ചെയ്യുന്നത് പിള്ളേരെ അഫക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത്, ഇവയിൽ ഏതാണ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം? നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദമാണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദമാണ്. ഓക്കെ. എയ്ഡ്സിന് 2 വിശേഷണങ്ങളുണ്ട്. എയ്ഡ്സിന് പ്രധാനപ്പെട്ട ഒന്ന്, 20ാം നൂറ്റാണ്ടിന്റെ രോഗം. 20ാം നൂറ്റാണ്ടിന്റെ രോഗം എന്നറിയപ്പെടുന്ന എയ്ഡ്സ് ആണ്. അതുപോലെ തന്നെ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നതും ഏതാണ്? എയ്ഡ്സ് ആണ് കേട്ടോ. 20ാം നൂറ്റാണ്ട് രോഗം എന്നറിയപ്പെടുന്നതും സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നതും ഏതാണ് പിള്ളേരെ? എയ്ഡ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഛർദിയും വയറിളക്കവും ഉള്ള ഒരാൾക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏതാണ്? ഓക്കെ, അത് ഉടൻ നിർദ്ദേശിക്കുന്നതല്ല, ഇതാണ് കൊടുക്കേണ്ട. ORS ആണ് കൊടുക്കേണ്ടത്. ചുക്കാപ്പിയും കുടിച്ചുകൊണ്ടിരുന്ന അവിടെ കിടക്കും കേട്ടാ. ശരി, ORS ആണ്. ORS ലായനിയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ORSന്റെ പൂർണ്ണരൂപം അറിയാവോ? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ്. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് കേട്ടോ. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ORSലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ORSലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? പിള്ളേരെ, നിങ്ങൾ ആ ORSന്റെ ടേസ്റ്റ് ഒന്ന് ആലോചിക്കുക. അതിൽ ഷുഗറിന്റെ ടേസ്റ്റ് വരുന്നുണ്ടല്ലേ. അപ്പൊ ഗ്ലൂക്കോസ് ഉണ്ട് അല്ലെ. ഗ്ലൂക്കോസ് ഉണ്ട്. പിന്നെന്തുണ്ട്? സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മുടെ ഉപ്പുണ്ട്. സോഡിയം ക്ലോറൈഡ് ഉണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്. പിന്നെന്തുണ്ട്? സോഡിയം സിട്രേറ്റ് ഉണ്ട് കേട്ടോ. സോഡിയം സിട്രേറ്റ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. മനസ്സിലായ പിള്ളേരെ? ഗ്ലൂക്കോസ് ഉണ്ട്. ORSല് ഗ്ലൂക്കോസ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, സോഡിയം സിട്രേറ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ ORS അല്ലെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനിലെ ഈ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഓക്കെ, ഈ പറയുന്ന ഛർദിക്കും വയറിളക്കത്തിനും നൽകുന്നു. ഓക്കെ, അടുത്ത്, അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് എന്തിന്? അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് എന്തിന്? എന്തിനാണ്? രക്തസ്രാവം കുറയ്ക്കാൻ അല്ലേ. രക്തം നഷ്ടപ്പെടുന്നത് കുറയ്ക്കാനാണ് നമ്മൾ അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് കേട്ടോ. ഓക്കെ. ഏത് അവയവം പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ? പ്രീവിയസ് ചോദ്യമാണ്. യുറീമിയ എന്താണ്? വൃക്ക പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് യുറീമിയ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, യുറീമിയ. അടുത്ത്, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളുടെ അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യം നടപ്പിലാക്കിയത് കേരളത്തിലാണ്. അതിന്റെ പേരാണ് കർസാപ്പ് അല്ലെ വളരെ. കർസാപ്പ് എന്ന് പറഞ്ഞാൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് കർസാപ്പിന്റെ പൂർണ്ണരൂപം. കർസാപ്പ് ഏത് വർഷമാണ് വളരെ? കർസാപ്പ് 2000
2018 ഒക്ടോബറിലാണ് കർസാപ്പ് ആരംഭിച്ചത്. അതായത് സൂക്ഷ്മജീവികള് മരുന്നിനെ അതിജീവിക്കുന്ന ശേഷി കൂടുന്നത് കൊണ്ട് അതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ആരംഭിച്ച കർമ്മ പദ്ധതിയാണ് കർസാപ്പ്. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് കർസാപ്പിന്റെ പൂർണ്ണരൂപം. ഓക്കെ, 2012 ഒക്ടോബറിൽ ആരംഭിച്ചു. അടുത്ത്, ഏത് മലയാളിയുടെ 200-ാം പുസ്തകമാണ് ബോൺസായ് ചെടികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വാമന വൃക്ഷകല? വാമന വൃക്ഷകല. ഓക്കെ, പി എസ് ശ്രീധരൻ പിള്ളയുടെ കൃതിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത്, ഇവയിൽ ഏതാണ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി? സുകൃതം പദ്ധതിയാണ് കേട്ടോ. സൗജന്യ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? സുകൃതം പദ്ധതി. ഓക്കെ, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഏത് പിള്ളേരെ? ഈ കൊടുത്തിരിക്കുന്നതിൽ ഗൊണേറിയാണ് പകരുന്നത്. ഓക്കെ, ഗൊണേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഡിസീസ് ആണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഓക്കെ, ആ ഗൊണേറിയക്ക് കാരണമായിട്ടുള്ളത് നിസേറിയ ഗൊണേറിയ എന്ന് പറയുന്ന ബാക്ടീരിയ കേട്ടോ. നിസേറിയ ഗൊണേറിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. അതുപോലെയുള്ള മറ്റൊരു രോഗം കൂടിയുണ്ട്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ബാക്ടീരിയൽ ഡിസീസ് ആണ് സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാ പിള്ളേരെ? സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ട്രിപ്പോണിമ പലീഡം. സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ട്രിപ്പോണിമ പലീഡം. സിഫിലിസ് കണ്ടെത്താനുള്ള പരിശോധനകൾ നമ്മൾ പഠിച്ചു. ഏതാ സിഫിലിസ് കണ്ടെത്താനുള്ള പരിശോധനകൾ? VDRL ഒരെണ്ണം, മറ്റൊന്ന് വാസർമാൻ. VDRL-ഉം വാസർമാനും കേട്ടോ. VDRL-ഉം വാസർമാനുമാണ് സിഫിലിസ് കണ്ടെത്താനുള്ള പരിശോധനകൾ. ഓർത്തിരിക്കുക. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. 2025 മുതൽ 27 വരെയുള്ള ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 മുതൽ 27 വരെയുള്ള ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് അല്ലെ? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. 2025 മുതൽ 27 വരെയുള്ള ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. ഓക്കെ, അപ്പൊ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് മറ്റേ ഇമ്പോർട്ടൻസ് ലോ നമുക്ക് 3 ക്വസ്റ്റ്യനുകൾ ചെയ്യാറുണ്ട്. അതിൽ 3-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഞാൻ പറയുമ്പോൾ ജോയിൻ ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് മാർക്ക് കമന്റ് ചെയ്യണം. 40 മാർക്കിനാണ്. ഓക്കെ, ലേറ്റായി. അപ്പൊ എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തിട്ട് പൊക്കോളാം, നോക്കിക്കോളാം.